നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. ജനങ്ങൾക്ക് മോദി സർക്കാർ നൽകിയ ഒരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണ്. 2019 പാർലമെന്റ് പാസാക്കിയ നിയമം 2020 വിജ്ഞാപനമായെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് CAA നിയമം രാജ്യത്ത് നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. അതിൻ പ്രകാരം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇത് സംബന്ധിച്ച വിജ്ഞാപനം വന്നു. നിയമം രാജ്യത്ത് നടപ്പാക്കി. ഇതിന് പിന്നാലെ വിറളി പൂണ്ടത് ആദ്യം CPM ആണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യൻ പിണറായി വിജയൻ ഒരു തരത്തിലും കേരളത്തിൽ ഈ നിയമം നടപ്പാക്കില്ലെന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. ഏതടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞതെന്ന് മാത്രം ആർക്കും മനസ്സിലാകുന്നില്ല. രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൽ ഒരു നിയമ ഭേദഗതി നടപ്പാക്കുകയും പാർലമെന്റ് പാസ്സാക്കുകയും അത് രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്താൽ കേരളം എന്ന സംസ്ഥാനത്തിന് മാത്രമായി അത് നടപ്പാക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനമാണ് ചെയ്യുന്നതെന്ന് നിയമവിദഗ്ധർ തന്നെ പറയുന്നു. CPM കഴിഞ്ഞാൽ അടുത്ത ഈ നിയമത്തെ ഏറ്റവും അധികം എതിർക്കുന്നത് SDPI ആണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇവർ തമ്മിൽ നിന്നുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നിട്ടുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. SDPIയുടെ നേതാവ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് ഏറ്റവും പ്രധാനമായി ഇതിനെ എതിർത്തത്. SDPIയുടെ നിലപാട് പറഞ്ഞത് ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ പാടില്ല, അത് പിൻവലിക്കണം, കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വിജ്ഞാപനം പിൻവലിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചോളൂ. കേന്ദ്ര സർക്കാർ സമീപിക്കേണ്ട എന്ന് പറയുന്നില്ല. ഇത് സംബന്ധിച്ച് ചില പരാതികൾ നിലവിൽ സുപ്രീം കോടതിയിൽ തന്നെയുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയും പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ CPMഉം SDPI അടക്കമുള്ള പാർട്ടികൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് രാജ്യം വിട്ട് പോകേണ്ടി വരുമെന്ന തെറ്റിദ്ധാരണ പരത്തുക. എന്നാൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് വിവരമുള്ളവർക്കറിയാം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ CAA നിയമത്തെ സ്വാഗതം ചെയ്യുകയാണ് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസീ ബറേൽവി. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. ഇന്ത്യയിലെ ഒരു മുസ്ലിങ്ങൾക്കും തങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടില്ല. ഇത് രാഷ്ട്രീയ പാർട്ടികൾ വെറുതെ പറഞ്ഞു പരത്തുന്നതാണ് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത ഈ നിയമത്തിനെതിരെ നടക്കുന്ന തെറ്റിദ്ധാരണകളെ, വ്യാജ പ്രചരണങ്ങളെ ചെറുക്കണമെന്നും മൗലാന ഷിഹാബുദ്ദീൻ ആവശ്യപ്പെട്ടു. അല്പം വൈകിയാണെങ്കിലും മികച്ച ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ഈ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിയമമല്ല ഇത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപരമായ പീഡനം സഹിച്ച് ഒടുവിൽ അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് നിയമം. അതിൽ ഹിന്ദുക്കളും ബുദ്ധരും ജൈനരും പാഴ്സികളും അടക്കമുള്ളവർ പെടും. അപ്പോൾ അവരെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരെ ഇന്ത്യയുടെ പൗരന്മാരാക്കി മാറ്റുക എന്നതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അഖിലേന്ത്യാ ജമാഅത്ത് പ്രസിഡന്റിന് കൃത്യമായി അറിയാം. അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അതായത് ഇത് മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു നിയമമല്ല, മറിച്ച് മതപരമായ പീഡനം കൊണ്ട് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയിറക്കപ്പെട്ട് ഇന്ത്യയിലെത്തി കാലങ്ങളായി ഇന്ത്യയിൽ അധിവസിക്കുന്ന പാവങ്ങളെ അവർക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകുക എന്ന നല്ലൊരു തീരുമാനമാണ് ഈ നിയമത്തിന് പിന്നിൽ. ഇതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെയാണ് നിയമം, മോദി സർക്കാരിൻ്റെ ഈ നിയമം മുസ്ലിങ്ങൾക്ക് എതിരെയാണ് എന്നു പറഞ്ഞു പരത്തുന്നത്. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് CPMഉം കോൺഗ്രസും SDPIയും അടക്കമുള്ളവരാണ്. ഇപ്പോൾ ഇതാ മുസ്ലിം ജമാഅത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ ഈ നിയമത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ ഈ നിയമം ഒരു രീതിയിലും മോശമായി ബാധിക്കാൻ പോകുന്നില്ല. ഒരു മുസ്ലിം പൗരന്റെ പൗരത്വം പോലും ഇതുമൂലം നഷ്ടമാവുകയില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ പേരിലുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്.
രാഷ്ട്രീയക്കാർ മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മുസ്ലിം പൗരനും CAA സ്വാഗതം ചെയ്യണം. ഒരാളുടെ പോലും പൗരത്വം എടുത്തു കളയാൻ ഈ നിയമത്തിന് സാധിക്കില്ലെന്നും മൗലാന ഷഹാബുദ്ദീൻ കൂട്ടിച്ചേർത്തു. മുസ്ലിം ജമാഅത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ നിയമം കൊണ്ട് ഒരാളുടെയും പൗരത്വം എടുത്തു കളയാൻ കഴിയില്ല. അതിനുള്ള അധികാരം ഈ നിയമത്തിനില്ല. മറിച്ച് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകുക, അപ്പോൾ കുറെ ആളുകളെ കൂടി ഇന്ത്യയുടെ പൗരന്മാരാക്കുക എന്ന മികച്ച ഒരു നിയമത്തെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതവെറിയുടെ പേരിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നതാണ് കേരളത്തിലെ CPM-ഉം അതുപോലെ SDPI അടക്കമുള്ള പാർട്ടികൾ. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണുള്ളത്. ഈ കേരളത്തിൽ മാത്രം ഈ നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള മണ്ടൻ പ്രചരണങ്ങൾ, അതൊക്കെ അണികളെ ത്രസിപ്പിക്കാനുള്ള വെറും വാക്കുകൾ മാത്രമാണ്. അല്ലാതെ കേരളത്തിന് മാത്രമായിട്ട് ഇതൊന്നും മാറ്റിവെക്കാൻ കഴിയില്ല. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നിയമത്തിനെതിരെ സമരം ചെയ്തല്ലോ. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇപ്പോൾ അവർക്ക് തലയിൽ മുണ്ടിട്ട് മാത്രമേ നടക്കാൻ കഴിയൂ. കാരണം ഈ നിയമം രാജ്യത്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരാണ്. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായാണ് ആ നിയമം നടപ്പാക്കി. ഇതുമാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും ഇതിനകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആർട്ടിക്കിൾ 370 എടുത്ത് കളയുമെന്നുള്ളത്. നമുക്കറിയാം, ആർട്ടിക്കിൾ 370 എന്ന കരി നിയമം എടുത്തു കളഞ്ഞതോടുകൂടി കാശ്മീരിൻ്റെ തലവര മാറി. കാശ്മീർ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞത് അതും ചെയ്തു കൊടുത്തു. ഇപ്പോൾ അയോധ്യ ലോകത്തിലെ തന്നെ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ്. ലക്ഷക്കണക്കിന് പേരാണ് അയോധ്യയിൽ ഓരോ ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്തതായി പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. ഇനിയും വാഗ്ദാനങ്ങൾ അവശേഷിക്കുന്നു. ഏക സിവിൽ കോഡ്, പാക് അധീന കാശ്മീരിനെ സ്വതന്ത്രമാക്കി ഇന്ത്യയോടൊപ്പം ചേർക്കുക. ഇതൊക്കെ അടുത്ത തങ്ങളുടെ ലക്ഷ്യങ്ങളാണെന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ്. ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്തണം. അതും സാധാരണ രീതിയിൽ എത്തിയാൽ പോരാ, വലിയ ഭൂരിപക്ഷത്തോടുകൂടി 370 സീറ്റ് BJP നേടുകയും 400 സീറ്റ് NDA നേടുകയും ചെയ്തുകൊണ്ട് അധികാരത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ എത്തിയാൽ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ഏക സിവിൽ കോഡാണ്. അത് കഴിഞ്ഞാൽ പാക് അധീന കാശ്മീരിനെ സ്വതന്ത്രമാക്കി ഇന്ത്യയോടൊപ്പം ചേർക്കും. കഴിഞ്ഞ വർഷം തന്നെ സൈനിക മേധാവിമാർ പറഞ്ഞിരുന്നു, ഒരു ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. കാരണം ഒരു ഉത്തരവ് ലഭിച്ചാൽ ഞങ്ങൾ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കും. പാക് അധീന കാശ്മീരിൽ തന്നെ ഇതിനകം വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇന്ത്യയോടൊപ്പം ചേരണമെന്ന്, പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോരണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അവർ പറയുന്നു, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൂ, ഞങ്ങളെ ഈ പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾ ഏറ്റെടുക്കൂ, ഞങ്ങളെ കൂടി ഇന്ത്യയുടെ ഭാഗമാക്കൂ. ആ ഒരു വലിയ സ്വപ്നത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. എന്തായാലും CAA എന്ന നിയമം രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നു. പ്രതിഷേധങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ വലിയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മോദി സർക്കാരിൻ്റെ ഏറ്റവും നിർണായകമായ നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കും.